ഹലോ ഗൈസ്, ഇന്ന് എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറേ വെറൈറ്റി ചീറ്റ് കോഡ്സൊക്കെ വന്നിട്ടുണ്ട്. RGS ടൂളിലാണ്. ഫസ്റ്റത്തെ 2 കാറിൻ്റെ ചീറ്റ് കോഡ്സാണ്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു നമ്പർ ആട്ടോ അടിക്കേണ്ടത്. നമ്പർ മീൻസ് ഒരു കാറിൻ്റെ ചീറ്റ് കോഡാണ്, സുപ്രാൻ്റെ ചീറ്റ് കോഡ്. നമുക്ക് ഫോൺ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ചീറ്റ് കോഡാണ് കേട്ടോ അടിക്കേണ്ടത്. നമുക്ക് ഫസ്റ്റ് അടിക്കേണ്ട ചീറ്റ് കോഡ് മീൻസ് നമുക്ക് എന്തായിരുന്നു 2244 ഗെയ്സ് നമുക്ക് അടിക്കേണ്ടത്. ഓക്കെ, സോറി മറന്നുപോയി. 2244 അടിച്ച് കഴിഞ്ഞ് ഈ ഒരു സൂപ്പർ കിട്ടും നമുക്ക്. അടുത്തൊരു കാറിൻ്റെ നമ്പർ എനിക്ക് പോലും അറിഞ്ഞൂടാ, ഞാനിങ്ങനെ അടിച്ചപ്പോൾ വന്നതാണ് കേട്ടോ. അപ്പം എല്ലാ ഗെയ്സ് എനിക്കറിയില്ല എന്നല്ല, എനിക്കറിയാം. ഈ ഒരു കാറിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഓക്കെ, 8811 ഈ ഒരു കാറിൻ്റെ നമ്പർ ഗെയ്സ്. ഈ ഒരു കാറിൻ്റെ നമ്പർ അറിയാവുന്ന ആളെന്ന് കമൻറ്റ് കേട്ടോ. അപ്പം ഇതാണ് ആ ഒരു കാറ്. പിന്നെ നമ്മൾ ഈ ഒരു കാർ എടുത്തിട്ട് കുറേ വെറൈറ്റി RGS ടൂളിൽ വന്നിട്ടുണ്ട് അപ്ഡേറ്റ്സ്. അപ്പം അറിയാത്ത ആൾ കാണണ്ട, അറിയാത്ത ആൾ കാണണം, അറിയുന്ന ആൾ കാണണ്ട ഗെയ്സ്. ഓക്കെ, എന്നാലും അറിയാത്ത ആക്കും ഇത് കുറച്ചൊരു ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നേരെ പോയിട്ട് ആദ്യം അടിക്കേണ്ടത് R1. R മീൻസ് റാമ്പ് 1. ഓക്കെ, റാമ്പ് 1 ആണ് നമുക്ക് അടിക്കേണ്ടത്. RGS ടൂൾ എടുത്തിട്ട് RGS ടൂൾ എടാ പൊട്ട ഫോണല്ലടാ, RGS ടൂള് സോറി മുതലാളി. ഓക്കെ, RGS ടൂളിൽ R1 എന്ന് അടിക്കണം ഗെയ്സ്. R1. ഓക്കെ, എടാ പൊട്ട അടിക്കേണ്ട എന്താ നോക്കിയിരിക്കുന്നു മുതലാളി, എനിക്ക് സ്പെല്ലിങ് തിരിയുന്നില്ല. നിൻ്റെ തൊട്ട് മുമ്പിലതാ F മുതലാളി. എടാ F1 അല്ലടോ, എടാ പൊട്ട R1 ചെക്കേ. R1 പകരം F1 അടിച്ചു വെച്ചിന്. R1. ഓക്കെ, ആറടി ആറാണേ എടാ. അറിയാം മുതലാളി, നിങ്ങളൊന്ന് വായി പൊട്ടിയിരിക്കുക. 6 പകരം 4 അടുത്തിൻ്റെ ചെല്ലക്കുട്ടിക്കൊക്കെ ഞാൻ തരും. അനങ്ങാണ്ട് 6 അടിക്കടാ. അടിച്ച് കണ്ട കേസ്. ഇതുപോലെ റാമ്പ് വരും. ഈ ഒരു റാമ്പിൽ എനിക്കൊന്ന് ചാടി നോക്കണം. ഞാൻ പോലും വിശ്വസിക്കാത്ത, എനിക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കണ്ടേ? വാ. ഓക്കെ, ഇതിലൂടെയാണ് ഗെയ്സ് നമുക്ക് പോകേണ്ടത്. വേഗം നമുക്ക് ഒന്ന് ചെയ്ത് നോക്കണം ഗെയ്സ്. ഓക്കെ, അപ്പോൾ ഗെയ്സ് അടുത്ത സൈഡ് നമുക്ക് അടിക്കേണ്ടത് ഒരു കിട്ടിലും പോലത്തെ ഒരു നമ്പറാണ്. ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ് കേട്ടോ. RGS ടൂളിൽ കുറേ അപ്ഡേറ്റ്സ് കയറി ഗെയ്സ്. പിന്നെ നമ്മളൊക്കെ ആരും വേണ്ടല്ലോ, എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ഒരു ചെറിയൊരു വിഷമം. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ചാടി നോക്കണം. ഈ ഒരു റാമ്പ് ചെറുതാണ്. R1 വരെയാണ്. റാമ്പ് 1 ആണ് കേട്ടോ ഗെയ്സ് ഉള്ളൂ. നിങ്ങൾ റാമ്പ് എന്ന് ടൈപ്പ് ചെയ്യേണ്ട R1. അടുത്തത് ബിൽഡിംഗ് 1. ഞാൻ എല്ലാത്തിനും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. എനിക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിച്ചു തരാൻ പറ്റത്തില്ലല്ലോ. അപ്പം H1 തൊട്ടിട്ട് H10 വരെയാണ് ഉള്ളത്. H1 തൊട്ടിട്ട് H10 വരെയാണ് ഉള്ളത്. പിന്നെ B1 തൊട്ടിട്ട് 9 വരെയാണ് ഗൈസ് ഉള്ളത്. P1 തൊട്ടിട്ട് P10 വരെയാണ് ഗൈസ് ഉള്ളത്. അപ്പം പിന്നെ W1 തൊട്ടിട്ട് 3 വരെയാണ് ഉള്ളത്. ഓക്കെ, W1 എന്ന് വെച്ചാൽ വാൾ 1, വാൾ 2, വാൾ 3 അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഒരു P2 അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ സ്പാർക്കിങ്ങിനൊക്കെ വെക്കുന്നൊരു പോസ്റ്റില്ലേ, ആ ഒരു പോസ്റ്റാണ് വരിക, ചെറിയൊരു. പിന്നെ അതാണ് വരിക. നമുക്കിപ്പോൾ ഈ ഒരു റാമിൻ്റെ മുകളിൽ നിന്ന് ചാടി നോക്കണം. അവിടെ ഇങ്ങോട്ടടെ. പിന്നെ ഈ ഒരു കാറിൻ്റെ ഇത് എൻജിൻ കണ്ട ഫുള്ളൊരു എൻജിനാണ് ഈ ഒരു കാറ് സുപ്രാൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് ഗൈസ്. ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ഗൈസ്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഇറങ്ങണം. തലകുത്തിയിട്ടാണ് ഇവൻ ഇറങ്ങുക. ഇവൻ ആളെ ശരിയല്ല. അയ്യോ, തെറിച്ച് പോകുന്നു ഗൈസ്. ഞാൻ ലാസ്റ്റ് ഒരു സൈക്കോ ടെസ്റ്റ് നടത്തും. സൈക്കോൻ്റെ ആളാണല്ലോ ഗൈസ്, നമ്മൾ സൈക്കോ ടെസ്റ്റ് നടത്തും ഞാൻ. ഓക്കെ, അപ്പം നമുക്ക് P2 അടിച്ച് കഴിഞ്ഞാൽ ഗൈസ് ഒരു കിടിലം പോലത്തെ ഒരു ചമ്പം വരും. P2 അടിക്കണം. P2 അടിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പോസ്റ്റാണ് ഗൈസ്. RGS ടൂൾ വരെ ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്ത് തരാം ഗൈസ് നിങ്ങൾക്കൊക്കെ. അപ്പം സോംബിയുടെ ചീറ്റ് കോഡ് അറിയാൻ ആഗ്രഹമുള്ളവർ താഴെ കമൻറ്റ് ഇടുക കേട്ടോ. അപ്പം എന്തായാലും ഇനി PW
P1 അല്ല P1 അടിക്കണം ഗൈസ്. P1 അടിച്ച് കഴിഞ്ഞാൽ വലിയൊരു പോസ്റ്റ് വരും. ഇങ്ങനെ P1 തൊട്ടിട്ട് P10 വരെയാണ് കേട്ടോ ഉള്ളത്. P1 2 3 4 5 6 7 8 9 10. അതുപോലെ H1 2 3 4 5 6 7 8 9 10 വരെയാണ് ഉള്ളത്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അത്ര വരെയാണ് ഉള്ളത്. അപ്പം അടുത്തതായിട്ട് അടിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ W1 അടിച്ച് വോൾ 1 ആണ് അടിക്കേണ്ടത്. വോൾ പക്ഷെ ഷോർട്ടായിട്ട് H1 അടിച്ച് കഴിഞ്ഞതാ വോൾ വരും ഗൈസ്. വോൾ 1 വരും. അടുത്തതായിട്ട് നമുക്ക് വോൾ 2 അടിച്ച് കഴിഞ്ഞാൽ ചുമരിൻ്റെ വേറൊരു സംഭവം വരും ഗൈസ്. നിങ്ങളുടെ നാടിനൊക്കെ ചുമരിന് എന്താ പറയാമെന്നൊന്ന് കമൻറ്റ് കേട്ടോ. അപ്പം അടുത്തതായിട്ട് W1 അടിച്ച് കഴിഞ്ഞാൽ W2 ഗെയ്സ്. W2 അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വോൾ 2 കിട്ടും. അടുത്തതായിട്ട് W3 അടിച്ച് കഴിഞ്ഞാൽ വോൾ 3 കിട്ടും ഗൈസ്. ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു ട്രിക്ക് ഗൈസ്. ഓക്കെ, എന്തായാലും ഇത് വോൾ 2 അടിച്ച് കഴിഞ്ഞാൽ വോൾ 2 വോൾ 3 വോൾ 3 ആണ് ഗൈസ്. ഓക്കെ, വോൾ 3 അടിച്ച് കഴിഞ്ഞാൽ ഈ ചുമരിൻ്റെ വേറൊരു സംഭവം കിട്ടും. അടുത്തതായിട്ട് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാവും ഗൈസ്? അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നോക്കണം. അതിൻ്റെ ഉള്ളിൽ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? അടുത്ത അപ്ഡേറ്റിൽ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറേണ്ട ഒരു സംഭവം വരണമായിരുന്നു. എന്നാൽ ഇത് ഒറിജിനൽ GT പോലെ തന്നെ ആവും ഗൈസ്. അതും കൂടി വരാൻ മാത്രമേ ഇതിൽ ഇനി ബാക്കിയുള്ളൂ കേട്ടാ. അതും കൂടി ഒന്ന് വരുത്തിക്കുക, ബാക്കിയെല്ലാം വന്നു. ഓക്കെ, എന്തായാലും ഇനി കുറച്ചുകൂടി ആൾ വേണം. ആൾ നടക്കുന്നേയും എടുക്കുന്നേയും. പിന്നെ സിറ്റിയിൽ കുറേ പുല്ലൊക്കെ ആയിപ്പോയി, അതൊക്കെ മാറ്റിയിട്ട് കുറേ ബിൽഡിങ്സ് അതൊക്കെ വെക്കണം. അടുത്തതായിട്ട് ടൈപ്പ് ചെയ്യേണ്ട ഒരു നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിക്കേണ്ട നമ്പർ ഈസ് H3 അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് കിട്ടും. നമുക്കൊരു ജെറ്റ് പാക്ക് സ്പോൺ ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ മുകളിൽ പോയിട്ട് നോക്കിയാലോ. ഞാൻ പറഞ്ഞ സൈക്കോ ടെസ്റ്റിൽ ഗൈസ് അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജെറ്റ് പാക്ക് വെച്ചിട്ട്. ദിസ് ഈസ് മൈ സൈക്കോ ടെസ്റ്റ്. അപ്പോൾ ഗൈസ് ദിസ് ഈസ് മൈ സൈക്കോ ടെസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ നേരെ മുകളിലോട്ട് പോകുന്നത്. എന്താണ് പോവാത്ത അവിടെ ഓടിക്കറാ? ഓക്കെ, പോയി. ഇനി നമുക്ക് നേരെ സ്വിമ്മിങ് പൂളിൻ്റെ ഇപ്പം തന്നെ ചിലർക്ക് മനസ്സിലുണ്ടാവും സ്വിമ്മിങ് പൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഹൈറ്റിൽ നിന്ന് സ്വിമ്മിങ് പൂളിലേക്ക് ചാടിക്കഴിഞ്ഞാൽ നമ്മൾ ചാവോ അതോ ഗ്ലിച്ചടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കുമോ അതോ നമുക്കൊന്നും പറ്റൂലയോ? ആ ഒരു ടെസ്റ്റാണ് നമ്മൾ നോക്കാൻ വേണ്ടി വന്നത്. GTA 5 ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഗീസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GTA 5 ഒന്നും പറ്റുന്നില്ല. എന്താ വെച്ചാൽ നടുക്ക് വീണ് കഴിഞ്ഞാൽ സ്വിമ്മിങ് പൂളിൻ്റെ സെൻറ്ററിൽ വീണ് കഴിഞ്ഞാൽ ഇത് സെൻറ്ററിൽ തന്നെ വീഴാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ തോറ്റു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് സെൻറ്ററിൽ തന്നെ വീഴണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സംഭവത്ത് നമ്മൾ സ്വിമ്മിങ് പൂളിൽ നിൽക്കും. ഓക്കെ, ഇവിടുന്ന് നമ്മൾ നേരെ മുകളിലോട്ട് പോകും. ഓക്കെ, ഇനി നമ്മൾ നേരെ മുകളിലോട്ട് പോകും.